സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് നാളിന് ശേഷം പാസ്റ്ററിനെ കാണാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പോയപ്പോൾ പാസ്റ്ററെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പം ഒത്തിരി സുവിശേഷങ്ങളുണ്ട്. ഗ്ലോറിയസ് ഗോസ്പൽ, ഗോസ്പൽ ഓഫ് ലവ്, ഗോസ്പൽ ഓഫ് ഗ്രേസ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള പല ആംഗിളിലുള്ള സുവിശേഷം അതിങ്ങനെ വരികയും ചെയ്യും, അങ്ങനെ പോവുകയും ചെയ്യും. അതുകൊണ്ട് നിലനിൽപ്പില്ലാതെ പോവാം. അപ്പൊ കഴിഞ്ഞൊരു 10 വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വന്നു പോയി നമുക്ക് കാണാൻ പറ്റും. ഈ ആത്യന്തികമായി നമ്മൾ ഏത് സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്? നമ്മൾ പുതുനിയമത്തിന്റെ ആ കൺസെപ്റ്റിൽ വരുമ്പം യേശു എന്തോ പഠിപ്പിച്ച്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ എന്തോ ചെയ്യാൻ ആഗ്രഹിച്ചത്, ഒരു റിയൽ പിക്ചർ എന്താണ്? പേഴ്സണൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു. ഇന്നത്തെ സുവിശേഷ മേഖലയിൽ നമ്മൾ പലരും പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രസംഗങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ യേശു പറഞ്ഞ സുവിശേഷമാണോ പ്രസംഗിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. യേശു ജനിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഒറ്റ പർപ്പസ് യേശുവിനുണ്ടായിരുന്നു. അവന് ദൈവരാജ്യം എന്നുള്ളൊരു പർപ്പസായിരുന്നു. അവിടെ ദൈവരാജ്യത്തിൻ്റെ അകത്ത് യേശു ഒരിക്കലും ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്തില്ല. യേശു പ്രസന്റ് ചെയ്തത് രാജ്യത്തെ പ്രസന്റ് ചെയ്തത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ മൈസൂരിൽ രാജാവുണ്ട്. രാജാവിൻ്റെ അടുത്ത് എനിക്കൊരു അവസരം കിട്ടുമോ, സുവിശേഷം പറയുന്ന അവസരം കിട്ടും. ഇന്നത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷം, നമ്മളൊരു ആരെങ്കിലും ഒരു മനുഷ്യനെ കണ്ട അപ്പം നമ്മൾ പറയും യേശു വിടുവിക്കും, കഷ്ടം മാറും, രോഗം മാറും, ദുഃഖം മാറും, നിന്നെ ഉയർത്തും, നിന്നെ അങ്ങ് കാരം പിടിച്ച് ഉയർത്തും. ഇത് ഞാൻ ഇവിടുത്തെ രാജാവിനോട് പറഞ്ഞാൽ രാജാവ് ചിരിക്കത്തേ ഉള്ളൂ. ഇത് എനിക്കെന്തിനാ ഇത്, നീ പറയുന്നത് എനിക്കൊരു ആവശ്യമില്ല, മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ യേശുവിനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അവൻ നീറ്റായിട്ടൊരു രാജ്യത്തെക്കുറിച്ച് പ്രസന്റ് ചെയ്തു. അത് അവൻ്റെ ഇന്നത്തെ രാജാവിൻ്റെ എന്താ പറയുക, അവന് സർപ്രൈസ്ഡ് ആക്കത്തക്ക രീതിയിലായിപ്പോയത്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ രാജാവ് ചിന്തിക്കും, ഞാൻ അവിടുത്തെ രാജാവാകണമെന്ന് ചിന്തിക്കത്തും. അപ്പോൾ ഇന്നത്തെ സുവിശേഷ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങള് ഒരു കിങ്ഡം പ്രീച്ചിങ്ങോ, ഒരു രാജാവിന് വേണ്ടിയിട്ടോ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടോ ഉള്ള പ്രീച്ചിങ് അല്ല. അത് അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീച്ചിങ്. കംപ്ലീറ്റ്ലി സ്ലേവ് മൈൻഡഡ് പ്രീച്ചിങ്സ് ആണ്. എമോഷനെ ഒന്ന് തണുപ്പിക്കുക, എമോഷനിൽ അവരെ ഒന്ന് എന്താ പറയുക, അപ്സൈഡ് ഡൗൺ ആക്കുക, എന്തോ കിട്ടിയെന്ന് തോന്നിപ്പിക്കുക, അല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് ഒരു പ്രത്യാശയിൽ നടക്കുക. ഇതെല്ലാം ഈ പറയുന്ന സ്ലേവറി മെന്റാലിറ്റി പ്രീച്ചിങ്സ് ആണ്. ഒരു അടിമത്വത്തിൽ ഉള്ള ആളുകൾക്കുള്ള പ്രീച്ചിങ്. അതല്ലാണ്ട് വേറെ ഏത് സ്റ്റൈലാണ് പ്രീച്ചിങ് ഉള്ളതെന്ന് പറഞ്ഞു. ഏത് തുടങ്ങിയാലും നിന്നെ കൈവിടത്തില്ലെന്നും, നിന്നെ താങ്ങുമെന്നും, നിന്നെ ഇരിക്കുമെന്നും, നടക്കുമെന്നും, കണ്ണീര് മാറ്റും. ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇമോഷണൽ സിസ്റ്റമാറ്റിക്കിനെ അവരെ മുതലെടുക്കുക അല്ലാണ്ട് ഒരു രാജ്യത്തെ കുറിച്ചുള്ള ഒരു പ്രസംഗം. ഇപ്പം ഞാനിപ്പം യു എസ് എനിക്ക് എല്ലാം എൻ്റെ പ്രോസസ്സ് തീർന്ന് നിൽക്കുക. ഇനി എനിക്ക് വീസ വന്ന് പേപ്പർ കിട്ടിയാൽ മതി, എനിക്ക് പോകണം. അങ്ങനത്തെ ഒരാൾക്ക് അമേരിക്കയ്ക്ക് പോയാൽ നീ എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ ദിവസങ്ങളേ ഉള്ളൂ, ശരിയായി നടന്നില്ലെങ്കിൽ ഇതിൻ്റെ വീസ പോകും. ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്യൂഷൻ സെന്ററായി മാറിയിരിക്കുവാണ് ചർച്ച നടന്നത്. എന്നാൽ നീ ഓൾറെഡി എന്താ പറയുക, നിനക്ക് വീസ കിട്ടി, നീ അതൊക്കെ ഓൾറെഡി കിട്ടി, നീ വെച്ചിരിക്കുന്നു, ജീവിക്കുന്നു. ഇനി നീ രാജാവിനെ പോലെ ജീവിക്കുക, രാജാവിന്റെ മൈൻഡ് സെറ്റിൽ ജീവിക്കുക.
അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോഴും പഠിപ്പിക്കുന്നത് നീ അവിടെ പോയാൽ, ഇല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ, പോകണമെങ്കിൽ വിസ പേപ്പർ ഓൾറെഡി റെഡിയാ. ഈ നാളെ പോസ്റ്റിൽ വന്നാൽ മതി, ഇവിടെ എത്തിയാൽ മതി. എൻ്റെ ഫിസിക്കൽ രാജ്യം സ്ഥാപിച്ചാൽ മതി. എനിക്ക് കർത്താവ് വരുമ്പോൾ ഫിസിക്കലി രാജ്യം സ്ഥാപിക്കപ്പെട്ടാൽ മതി. ബാക്കിയെല്ലാം ഓൾറെഡി ആ രാജ്യം എൻ്റെ ഉള്ളിലും നമ്മുടെ മധ്യത്തിലും യേശു പറഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ട്യൂഷൻ സെന്ററിനകത്താണ്. യഥാർത്ഥത്തിൽ യേശു പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യമാണല്ലോ. വേറെ ഒരു സ്നാനമോ രക്ഷയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലൊന്നും തൊടാതെ ദൈവരാജ്യം മാത്രം. ഒരു ജാതിയാൽ രക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ യഹൂദ ജാതിയെക്കാട്ടും ഒരു വലിയ ജാതി വേറെ ഭൂമിയിലില്ല. രക്ഷ ഒരു ജാതിയിലൂടെ, ഒരു ന്യായപ്രമാണത്തിലൂടെ, ഒരു സിസ്റ്റത്തിലൂടെ രക്ഷ വരുമായിരുന്നെങ്കിൽ യഹൂദന്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ജാതി വേറെ ഒന്നുമില്ല. അപ്പൊ പിന്നെ യേശു വന്നിട്ട് ഇനി അടുത്തൊരു ജാതിയും കൂടെ സൃഷ്ടിക്കാൻ യേശുവിന്റെ ഉള്ളിൽ ഒരു പദ്ധതിയേ ഇല്ല. ഇനിയൊരു റിലിജ്യൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കാൻ പദ്ധതിയേ ഇല്ല. നമ്മളെല്ലാം ഇന്ന് റിലേഷൻഷിപ്പാന്ന് പറയുന്നുണ്ടെങ്കിലും, ഈ പറഞ്ഞ ഗ്ലോറിയസും ഗ്രേസും ഒക്കെ റിലേഷൻഷിപ്പ് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും, പാസ്റ്ററിനെ ഒന്ന് തൊട്ടേ അവരുടെ വീട്ടിൽ പോകണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് വേണം. അത് ഗ്ലോറിയസിന്റെ അല്ല, അത് ഗ്രേസിന്റെ അല്ല. ഒരു പാസ്റ്ററിനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവനൊരു ഫീസ് കൊടുക്കണം, ആ പ്രവാചകനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. ഇതൊന്നും ഗ്രേസിന്റെ അല്ല, അതൊക്കെ മറ്റേ പഴയ റിലിജന്റെ തന്നെ. പാസ്റ്റർ കയറുന്ന സ്റ്റേജിൽ നിങ്ങൾ ആരും കയറരുത്, അവിടെ മൊത്തം ഗ്ലോറി നിർദ്ദേശിക്കുകയാണ്. വേറെ അതെല്ലാം പഴയതാ, അതൊക്കെ പഴയതാ. സത്യത്തിൽ മറ്റേ പഴയ KSRTC ബസ്സിനകത്ത് നമ്മുടെ മന്ത്രി മറ്റേ ബാറ്ററി വെച്ച് പുതിയ വണ്ടി ഓടിക്കുന്ന പരിപാടിയാണ്. ഇന്നും ചർച്ചിൽ പോയി നോക്കി, അവിടെ വേലി കെട്ടി വെച്ചിരിക്കുക. ഇരുമ്പ് സ്റ്റീൽ വെച്ച് വേലി കെട്ടിയാ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ വേറെ, ഞങ്ങൾ വേറെ. അത് ഈ പറഞ്ഞ റിലിജൻ അവിടെ വരുന്നത്. അബദ്ധത്തിലേതെങ്കിലും പെങ്കൊച്ചോ ആങ്കൊച്ചോ എല്ലോ ആ സ്റ്റേജിലേക്ക് ചുമ്മാ നിന്നവർ തന്നെ ആ പരിപാടി തീർന്നു. ഇതെല്ലാം റിലീജിയസ് മൈൻഡ് സെറ്റിലുള്ള ഇന്നും റിലിജൻ തന്നെയുള്ളതാണ്. അപ്പം യേശു പറഞ്ഞ ആ രാജ്യം എന്ന് പറയുന്ന രാജകീയ പുരോഹിത വർഗം, അതിൻ്റെ അകത്ത് നീ അടിമയും ഞാൻ രാജാവും എന്നല്ല പറഞ്ഞത്. നിങ്ങളെല്ലാം രാജകീയ പുരോഹിത വർഗമാണ് പറഞ്ഞത്. കിങ്ലി പ്രീസ്റ്റ്ഹുഡ്. അപ്പം നമ്മളെ രാജാതിരാജൻ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം രാജാക്കന്മാരും നമ്മളുടെ രാജാതി രാജാവ്. യേശു പറയുന്നത് നമ്മൾ രാജാതി രാജാവാണ് ദൈവം. അപ്പൊ ഈ രാജാതി എന്ന് പറഞ്ഞ ഫസ്റ്റ് രാജാക്കന്മാർ നമ്മളാണ്. ബട്ട് ഇന്നും നമ്മൾ കാണുന്ന സുവിശേഷം അടിമത്വത്തിന്റെയും സ്ലേവിന്റെയും, അവനെ എല്ലാ ഞായറാഴ്ചയും വിശ്വാസിയെ ഓർപ്പിക്കുന്ന നീ പാപിയാണ്, നിന്നെ കൊണ്ട് കഴിയച്ചില്ല, ശരിയാകാറുണ്ട്, നീ കഷ്ടപ്പെടണം, ദൈവം നിന്നെ കൈവിടത്തില്ല കേട്ടോ, എന്നാലും ദൈവം നിന്നെ പൊക്കിയെടുക്കും, ടെൻഷൻ എടുക്കണ്ട. ഇങ്ങനെ അവനെ അടിമത്വത്തിൽ ഇരുത്തുകയാണ് ഏറ്റവും വലിയ ഇന്നത്തെ ചർച്ചിന്റെ അടിസ്ഥാനം. അതാണ് പണ്ട് കത്തോലിക്കർ ചെയ്ത പോലെ നിങ്ങൾ ബൈബിൾ വായിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ സത്യം നീ അറിയരുത്, നീ ഞങ്ങളുടെ ചർച്ചിന്റെ അടിമയാണ്, ഇവിടെ നിന്നോണം, ജീവിച്ചോണം. കാരണം ഇല്ലെങ്കിൽ ഈ പ്രസംഗിക്കുന്നത് യേശു നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. ഞാനും എത്രയോ വർഷം പ്രസംഗിച്ചിട്ടുള്ളത്, നിങ്ങളും പ്രസംഗിച്ചിട്ടുള്ളത്, ഇന്നും പ്രസംഗിക്കുന്ന യേശു എല്ലാം ചെയ്തു തരാമെന്ന് യേശു എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്? ബൈബിളിൽ ഒറ്റ വാക്യം, യേശു 3.5 വർഷം പ്രസംഗിച്ചത് യേശു എല്ലാം ചെയ്തു തരാം എന്ന് യേശു എപ്പോൾ പറഞ്ഞു? അങ്ങനൊരു വാക്യം യേശു പറഞ്ഞിട്ടില്ല. യേശുവിനോട് ചോദിച്ചോണ്ട് വന്നു, ഞങ്ങൾക്ക് പട്ടിണിയാണ്, ആഹാരമില്ല, വസ്ത്രമില്ല, ഭവനമില്ല, എന്നാ ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചുകൊണ്ട് വന്നപ്പം യേശുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ യേശു ഞാൻ പറഞ്ഞേനെ എൻ്റെ അടുത്ത് വാ, ഞാൻ തരാമെന്ന് പറഞ്ഞു. യേശു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ യേശു പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നാൽ മതി, എല്ലാം ഉണ്ട്, ഞാൻ തരാം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത് നിങ്ങളുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അന്വേഷിക്കണം.
കിങ്ഡം ഓഫ് ഗോഡിലോട്ട് പോകും. ഇത് ദൈവരാജ്യത്തെ അന്വേഷിക്കുക, നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ഇറ്റ് വിൽ ഫോളോ യു എന്നാണ്. ഞാൻ തരാമെന്ന് യേശു പറഞ്ഞില്ല. രാജ്യത്തിൽ നിങ്ങൾ ഇത് അന്വേഷിക്കുക, രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അന്വേഷിക്കുക, എല്ലാം നിങ്ങൾക്ക് കിട്ടും. എല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. പക്ഷെ നമ്മളിപ്പോഴും എന്താ പറയുക, ഇത് അന്വേഷിക്കാതെ യേശു തരും. എന്നിട്ടും യേശു ഉപമയെ കൂടെ പറയുക, ഒരാള് ഒരു പുരയിടത്തിൽ കിളയ്ക്കാൻ പോയപ്പം അവിടെ ഒരു നിധി കണ്ടു. അവനത് മറച്ചു വെച്ചിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അവൻ പോയി അത് വാങ്ങിച്ചിട്ട് ആ നിധി എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ദൈവരാജ്യത്തിന് സദൃശം എന്ന് പറഞ്ഞാൽ നീ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത്, നിധി എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ്. അതിനകത്ത് എല്ലാം ഉണ്ടെന്ന് അല്ലേ ഈ പറഞ്ഞ നമ്മള് യേശു ഈ നിധി എന്ന് പറഞ്ഞ നമ്മുടെ ഈ സഭയ്ക്കകത്ത് കയറി വന്നിട്ടുള്ളവരെല്ലാം എമോഷണലി എന്തോ ഒരു ചേഞ്ച് ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതിലാണ് ഈ രക്ഷിക്കപ്പെട്ട് യേശുവിനെ വിശ്വസിച്ചു സ്ഥാനപ്പെട്ട് വന്നിട്ടുള്ളത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം, ഇവിടെ ഒരു നിധി ഉണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ട്, അവൻ ഒരിക്കൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൻ ഇവിടുത്തെ ലോകത്തിന്റെ ഒരു സാധനത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുന്നില്ല. അവനെല്ലാം കൊണ്ട് വിറ്റിട്ട് ഇതിന്റെ പുറകെ നടക്കും. ഈ വന്നിരിക്കുന്ന ഈ പ്രസംഗം കേൾക്കാനിരിക്കുന്ന ഈ പറഞ്ഞ 10,000 പേരും ഈ അറിഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. യേശു സഹായിക്കുമെന്നും യേശു സൗഖ്യമാക്കുമെന്നും യേശു ബലപ്പെടുത്തുമെന്നുള്ള പ്രസംഗം കേട്ടിട്ടാണ് വന്നിരിക്കുന്നവരെല്ലാം. അതുകൊണ്ട് ആ കോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. രാജ്യത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവർക്ക് കിട്ടിയിട്ട് അറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിന് പോകാൻ ഒരു ചാൻസ് തരിക എന്ന് പറഞ്ഞാൽ റോബിൻ പാസ് എന്നായി ചാടി വീഴുന്നത് മാത്രമല്ല, റോബിൻ പാസിനുള്ള എല്ലാ ആസ്തിയും വയ്ക്കും. അമേരിക്കയ്ക്ക് ഗ്രീൻ കാർഡ് തരുവാണ്, ഞാൻ വിത്ത് സിറ്റിസൺഷിപ്പ് തരുവാണ്, 2 കോടി രൂപ വേണം അന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടിട്ട് ടക്കെന്ന് പോകും. എന്തുകൊണ്ടാണ്? അവിടുത്തെ രാജ്യത്തെ കുറിച്ച് അറിയാം, അവിടുത്തെ രാജ്യം ചെയ്യുമെന്നുള്ള അറിയാം, ചതിക്കത്തില്ലെന്നറിയാം അല്ലെ. അത്രയും പോലും അറിവ് ഇല്ലാതെയാണ് ജനം ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവർക്ക് ഇപ്പോഴും ഈ പറഞ്ഞ യേശുമായിട്ട് രാജ്യവുമായിട്ടുള്ള കണക്ഷൻ റിലിജൻ പരമായിട്ടുള്ള, ജാതീയപരമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവർക്ക് ഇപ്പോഴും ഉള്ളത്. പ്രവൃത്തി ചെയ്താൽ എന്തോ കിട്ടും. ഞാൻ 4-5 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിച്ചു, ഒരു വട്ടം മെഡിറ്റേഷൻ ചെയ്തു, പിന്നെ 1/2 മണിക്കൂർ ക്വയറ്റ് ടൈം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 പ്രസംഗം കേട്ടു, പിന്നെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, പിന്നെ വൈകിട്ട് പ്രാർത്ഥിച്ചു, രാത്രി ഉപവസിച്ചു. എന്തോ ചെയ്തു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ഇപ്പോഴും ആ വർക്ക് ബേസ്ഡ് ആണ്. റിലിജൻ എപ്പോഴും വർക്ക് ചെയ്യാൻ കിടക്കുന്നത്. ഇപ്പോൾ ഏത് റിലിജൻ എടുത്തു നോക്കിയേ, എന്തുകൊണ്ടാണ് ജനം സാമ്യ സ്വർണം വിളിച്ച് 1000 കിലോമീറ്റർ ചെരുപ്പില്ലാണ്ട് നടന്നു വരുന്നത്? കാരണം റിലിജൻ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് വർക്കാണ്. വർക്ക് ചെയ്താൽ ദൈവം പ്ലീസ് ചെയ്ത് ഇവൻ എന്തോ കിട്ടും എന്നുള്ള ചിന്താഗതി എല്ലാ റിലിജനിലും ഉണ്ട്. കത്തോലിക്കരുടെയിലുണ്ട്, ഓർത്തഡോക്സുകാരുടെയിലുണ്ട്, മുസ്ലിങ്ങളുടെയിലുണ്ട്, എല്ലാവരുടെയും ഉണ്ട് ഈ വർക്ക് എന്ന് പറയുന്നത്. സെയിം ഇതാണ് ഈ പറഞ്ഞ പെന്തക്കോസ്റ്റിലത്ത് വന്നിരിക്കുന്നത്. എന്തായിക്കോട്ടെ, യേശു ഒരിക്കലും ഫാസ്റ്റിംഗ് പഠിപ്പിച്ചില്ല. രാജാവുള്ളപ്പോൾ പിന്നെ എന്തിനാ ഉപവസിക്കേണ്ടത്? രാജാവ് കൂടെ ഉണ്ട്, പിന്നെ എന്തിനാ ഇനി ഉപവാസം? ഉപവസിച്ചു. യേശു ആദ്യത്തെ 40 ദിവസം ഉപവസിച്ചു. പിന്നീട് മിനിസ്ട്രിയിൽ ഒരിക്കലും ഫാസ്റ്റിംഗ് എടുത്തായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ റിലീജിയസിൻ്റെതായിട്ടുള്ള ചെയ്ത് നമുക്ക് എന്തോ ഒരു പുണ്യം പ്രാപിക്കാം, അല്ലെങ്കിൽ ചെയ്താൽ കിട്ടുമെന്നുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഇപ്പോഴും നടക്കുന്നത്. പക്ഷെ കിങ്ഡം എന്ന് പറയുന്നത് തിരിച്ചാണ്. ജീവിക്ക് നിനക്കെല്ലാം ദൈവം ഒരുക്കി തരും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകൾക്ക് ഇതുവരെയും ദൈവരാജ്യം മനസ്സിലായിട്ടില്ല. അവർ ചിന്തിക്കുന്നത് കർത്താവ് 2ാമത് വരുമ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്.
അന്നാണ് രാജ്യം ഉണ്ടാവുന്നത്. ഉണ്ടാകും. അതാണ് പെന്തക്കോസ്റ്റിലെ ഒരു 80% ആളുകളും വിശ്വസിക്കുന്നത്. അവൻ രാജാതി രാജാവായി വരും, അന്ന് രാജ്യം സ്ഥാപിക്കും, അന്ന് സിംഹത്തിന്റെ വായിൽ കയ്യിലും, അന്ന് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, അന്ന് ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട്, വേറൊരു ഒരു സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആ രാജ്യത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. കാരണം സുവിശേഷങ്ങളിൽ ഒരു എഴുത്തുകാരൻ ദൈവരാജ്യം എന്നും മറ്റൊരു എഴുത്തുകാരൻ കിങ്ഡം ഓഫ് ഹെവൻ എന്നും പറഞ്ഞു. കിങ്ഡം ഓഫ് ഗോഡും കിങ്ഡം ഓഫ് ഹെവൻ എന്നും പറഞ്ഞു. അപ്പം ഇത് കിടക്കുന്നത് കൊണ്ട് സാധാരണ വായനക്കാരന് മനസ്സിലാവുന്നത് കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുമ്പോഴേ വരാൻ പോകുന്ന കാര്യമാണ് ഇവന്റെ ചിന്തയിൽ. പക്ഷെ ആ എഴുത്തുകാരൻ എഴുതിയത് യഹൂദരായിട്ടുള്ള ആളുകളാണ് അത് വായിക്കുന്നത്. അപ്പൊ ഒരു ഗോഡ് എന്നുള്ളത് എഴുതത്തില്ല. ദൈവത്തോടുള്ള ബഹുമാന സൂചകമായിട്ട് സ്വർഗം എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരിടത്ത് കിങ്ഡം ഓഫ് ഗോഡ് എന്നും ഒരിടത്ത് കിങ്ഡം ഓഫ് ഹെവൻ എന്നും വന്നു. രണ്ടും ഒരു കാര്യം തന്നെ പറയുന്നത്. അപ്പൊ നമ്മുടെ പെന്തക്കോസ്റ്റ് ആളുകൾക്ക് പറ്റിയ പ്രശ്നം സ്വർഗം വരാൻ പോവാം, അല്ല പോവാൻ പോവാം, ദൈവരാജ്യം വന്നെന്നുള്ള കാര്യം വിശ്വസിക്കില്ല. അതിന്റെ പ്രശ്നം എന്ന് പറയാം, ഈ ദൈവരാജ്യം ഒന്ന് ഫിസിക്കലി വരുന്ന ഒരു ദിവസമാണ്. യേശു രാജാവായിട്ട് അത് മേലോട്ടല്ല പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് വരുന്നത്. അപ്പൊ അത് എറ്റേണൽ കിങ്ഡം സ്ഥാപിക്കപ്പെടുന്നതാണ്. അത് ഫിസിക്കലി എറ്റേണൽ കിങ്ഡം വരുന്നതാണ്. പക്ഷെ അതുവരെ ഓൾറെഡി കിങ്ഡം ഇവിടെ ഉണ്ട്. ഈ കിങ്ഡത്തിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ബ്രിട്ടീഷുകാർ നമ്മളെ പല വർഷം ഭരിച്ചതാണ്. പക്ഷെ ബ്രിട്ടീഷിലെ രാജാവായിക്കോട്ടെ റാണി ആയിക്കോട്ടെ ആരും ഇന്ത്യ വന്നിട്ടില്ല. ബ്രിട്ടീഷിലെ രാജാവോ റാണിയോ ഇതുവരെ ഇന്ത്യ വന്നിട്ടില്ല. പക്ഷെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അത് എപ്പോഴാണ് രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലും എങ്ങോട്ടാ സ്റ്റാർട്ട് ചെയ്തത്? ബ്രിട്ടീഷിന്റെ ഒരു ഗവർണർ, ബ്രിട്ടീഷിന്റെ രാജ്ഞി പറഞ്ഞ് ഒരു ഗവർണറിനെ ഇന്ത്യയിലേക്ക് അയച്ച്, ഇന്ത്യയിൽ എന്ന് ഗവർണർ ഭരണം സ്റ്റാർട്ടാകുന്നോ അന്ന് തൊട്ട് രാജ്യം ഇവിടെ ഉണ്ട്. റാണി വരണമെന്നില്ല ഇവിടെ. റാണി ഇന്ത്യ കണ്ടിട്ടില്ല, റാണി ഇന്ത്യയിൽ അറിഞ്ഞിട്ടില്ല, റാണി ഇവിടെ വരണമെന്നില്ല, ഇത് രാജാവ് ഇവിടെ വരണമെന്നില്ല. പക്ഷെ ഇന്ത്യയിൽ ഓൾറെഡി രാജ്യഭരണം, ബ്രിട്ടീഷിന്റെ രാജ്യഭരണം സ്ഥാപിക്കപ്പെട്ടു, ഓൾറെഡി ഉണ്ട്. കാരണം എന്താ, അവരുടെ ഒരു ഗവർണർ, അംബാസഡർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പുള്ളിയ റാണിയുമായിട്ട് രാജാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. പുള്ളിയുടെ ഉദ്ദേശം എന്താണ്? എന്താണ്? ബ്രിട്ടീഷിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇന്ത്യക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ബ്രിട്ടീഷുകാരുടെ എന്താണോ സ്വഭാവം, ബ്രിട്ടീഷുകാരുടെ രീതി, ബ്രിട്ടീഷുകാരുടെ ഭാഷ, ബ്രിട്ടീഷുകാരുടെ സ്റ്റൈല്, ഇതെല്ലാം ഇന്ത്യക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് ഒരു കാലത്ത് രാജാവും റാണിയും വന്നാൽ ഇവരെ കണ്ടാൽ അയ്യോ ഇവരും ബ്രിട്ടീഷുകാരെ പോലെയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ ഗവർണറുടെ പരിപാടി. അതുകൊണ്ടാണ് ഗവർണർ വന്നിട്ട് ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. എന്ത് പഠിപ്പിക്കാനാണ്? അവരുടെ ഭാഷ പഠിപ്പിക്കാനാണ്. ഗവർണർ വന്നതിന്റെ കൂട്ടത്തിൽ തേയിലയും കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ്? അവർ തേയില കുടിക്കുന്നത്, അവർ ടീ കുടിച്ച അല്ലെ അന്ന് രാജാവ് വരുമ്പോഴത്തേക്കും കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്ന നടക്കത്തില്ല. അതുകൊണ്ട് അവൻ രാജാവ് കുടിക്കുന്ന തേയിലയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടമാണ്, തേയിലത്തോട്ടാക്കി. അവന്റെ സ്റ്റൈൽ ഡ്രസ്, കോട്ടുകൾ ഇടിക്കുകയാണ്. കണ്ടാൽ ഇനി ഒരു ദിവസം വരും, രാജാവ് വന്ന് സ്ഥാപിക്കപ്പെടുന്ന ദിവസം വരും, അന്ന് ഇവനെയും കണ്ടാൽ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഈ അപ്പോസ്തലിക് മിനിസ്ട്രി നമ്മളെ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാക്കി ഭൂമിയിലാക്കിയിരിക്കുന്നത് ഇതേ കാര്യം ചെയ്യാൻ വേണ്ടി. അത് എന്ന് നമുക്ക് രാജ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ആത്മാവ് എന്ന് ഭൂമിയിൽ വന്നു മനുഷ്യന്റെ ഉള്ളിൽ വാസം ചോദിച്ചു. ഈ പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ ഒരു അംബാസഡറാണ്, സ്വർഗത്തിന്റെ കൗൺസിലറാണ്. അവൻ എന്ന് പരിശുദ്ധാത്മാവ് എന്ന് ഭൂമിയിൽ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങിയോ അന്ന് രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഇനി പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്നാ, ഒരിക്കൽ രാജാവ് വരും, രാജാവിന്റെ കയ്യിൽ ഇതിനെ ഏൽപ്പിക്കുമ്പോൾ കണ്ടാൽ ആ രാജ്യത്തിന്റെ ആളുകളെ പോലെ ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം. അതാണ് പലപ്പോഴും പറഞ്ഞത്, ക്രിസ്തുവിനെ പോലെ തികഞ്ഞവരായി മാറണം. അപ്പൊ അവന്റെ രാജ്യത്തിന്റെ എല്ലാ ആസ്തി അവന്റെ ആണെങ്കിലും അവൻ വളരാത്തടത്തോളം കാലം ഇവൻ അവകാശിയല്ല, അവൻ വളരണം. ഇതൊക്കെ ഈ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെയും ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റിയിട്ട് പിതാവ് വരുമ്പോൾ, പിതാവിന്റെ രാജ്യം വരുമ്പോൾ, ക്രിസ്തുവിന്റെ
രാജ്യം വരുമ്പോൾ അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പം നമ്മള് ബിഹേവ് ചെയ്യേണ്ടത് അടിമത്വത്തെ, കാരണം ഇത് നമുക്ക് ഇപ്പോഴും ഈ രാജ്യത്തിന്റെ ഇത് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം യഥാർത്ഥത്തില് യേശു രാജാവാണ്, രാജ്യം ഇവിടെ ഉണ്ട്. കാരണം യേശു ജനിച്ചത് തന്നെ രാജാവായിട്ട്. സാധാരണ ഒരാള് രാജാവാകുന്നത് 12ാമത്തെ വയസ്സിലോ 30ാമത്തെ വയസ്സിലോ വേറൊരാൾ അഭിഷേകം ചെയ്തില്ല. പക്ഷെ യേശു ജനിച്ചതിന്റെ അന്ന് വിദ്വാൻമാര് ഹെരോദാ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി ചോദിക്കുന്ന ചോദ്യം, രാജാവായി പിറന്നവൻ എവിടെ? അപ്പം യേശു ജനിച്ചത് തന്നെ രാജ്യം കൊണ്ടാണ്, രാജ്യമായിട്ട്. അവിടുന്ന് വന്നപ്പോഴേ കിങ്ഡം കൊണ്ടാണ് വന്നത്, അവിടുന്ന് രാജാവാണ്. അതുപോലെ തന്നെ യേശുവിനെ പല പ്രാവശ്യം ഈ മാറി മാറി വിസ്തരിക്കുന്ന സമയത്ത് സാധാരണ നാടുവാഴികൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് യേശു ഒന്നും ആൻസർ പറയുന്നില്ല. പക്ഷെ കിങ് ചോദിച്ചു, നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാൾക്ക് ഞാൻ ആകുന്നു എന്ന ആൻസർ. കാരണം ഒരു രാജാവിനോട് മാത്രമേ ആൻസർ പറഞ്ഞു. അപ്പം യേശു രാജാവാണ്. യേശു ഇനി രാജാവാകേണ്ട കാര്യമില്ല, ഓൾറെഡി രാജാവാണ്. ആ കള്ളൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, നീ രാജാവായി വരുമ്പോൾ എന്തോ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, ദുഷ്പ്രവർത്തിക്കാരൻ ഒരാൾ അടുത്ത് കിടന്നുകൊണ്ട് ചോദിക്കും, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ. അത് നമ്മുടെ ബന്ധുക്കൂസാരുടെ ചോദ്യമാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുവാന്ന് പറഞ്ഞാൽ നീ ഒരു ദിവസം രാജാവായിട്ട് വരുമല്ലോ, അന്ന് നീ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. യേശു പറഞ്ഞത് ഓർക്കാന്നല്ല പറഞ്ഞത്, ഞാൻ ഇപ്പോഴേ കിങ്ങാ, നീ എന്റെ കൂടെ പർദീസയിൽ ഇരിക്കുക, ഇപ്പൊ മുതൽ നീ കൂടെ പർദീസയിൽ. കിങ്ഡം ഓൾറെഡി ഉണ്ടെന്നും ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണെന്നും ഭൂതങ്ങൾ പുറത്താകുന്നെങ്കിൽ ദൈവരാജ്യം സ്ഥാപിതമായെന്നും ഒക്കെയുള്ള ആ ഒരു ചിത്രം ഇവരുടെ ഉള്ളിൽ വരാത്തത് കൊണ്ട് രാജ്യം വരാൻ വേണ്ടി കർത്താവ് കാഹളം ധ്വനിക്കും. വരാൻ വേണ്ടിയല്ല ഇവരുടെ ചിന്ത ഈ ഭൂമി വിട്ടങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ കോൺസെപ്റ്റ് ആണ്. ഈ ഭൂമിയോട് ഇഷ്ടമില്ല, മരത്തോട് ഇഷ്ടമില്ല, മൃഗത്തോട് ഇഷ്ടമില്ല. കാരണം ഭൂമിയെ വിട്ടു പോകാനിരിക്കുമല്ലോ. അത് അടുത്ത അയലക്കത്തുകാരോട് ഇഷ്ടമില്ല, കാരണം നമ്മൾ മാത്രം അങ്ങ് വിട്ടുപോകാനിരിക്കുക. എന്നാൽ ഈ ഭൂമിയെ നീ സ്വർഗമാക്കി മാറ്റണം. അല്ലെങ്കിൽ യേശു പ്രാർത്ഥിച്ചതെന്നാണ്, പിതാവാം ദൈവമേ സ്വർഗത്തെ പോലെ ഭൂമിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സ്വർഗത്തിൽ ഭൂമിയുടെ ഒരു അംശം കൊണ്ടുവരണം, നിന്റെ രാജ്യം ഭൂമിയിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചത്. നമ്മളെല്ലാം ഇത് ദൈവരാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ തല പോകും, വെള്ളമോട്ട് അങ്ങ് വെള്ളാന്ന് പറയും. കാരണം അങ്ങ് പോകാൻ റെഡിയായിരിക്കുക. അത് ബിബ്ലിക്കൽ കോൺസെപ്റ്റേ അല്ല. ബിബ്ലിക്കൽ കോൺസെപ്റ്റ് ഇവിടെ വരും, രാജ്യം ഇവിടെ ഓൾറെഡി സ്റ്റാർട്ടായി. നിന്റെ ഡ്യൂട്ടി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇപ്പം മിനിയാന്നൊരു യുദ്ധം നടന്നു, നമ്മുടെ ഇറാഖ് ഇറാൻ യുദ്ധം നടന്നു. അത് നിർത്തിയത് എങ്ങനെയാണെന്നറിയാവോ? ഇറാഖുകാർ എങ്ങനെയാ നിർത്തിയത്? ഖത്തറിലെ US-ന്റെ ഒരു ഏരിയ ഉണ്ട്, സ്പോർട്ട് ഉണ്ട് ഖത്തറിൽ, അങ്ങോട്ട് വെടിവെച്ചു. അല്ല, ഖത്തറിൽ വെടിവെച്ചാൽ US-കാരൻ എന്തിനാ യുദ്ധം നിർത്തേണ്ടത്? ഖത്തർ ഒരു രാജ്യമാണെങ്കിലും ഖത്തറിനകത്തെ പോർട്ട് ഖത്തറിന് ചേർന്നതല്ല, അത് US-നുള്ളതാണ്. US രാജ്യത്തിന്റെ സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ്. അതിൻ്റെ അകത്ത് US നിയമമാണ് പാലിക്കുന്നത്, ഖത്തർ നിയമമല്ല പാലിക്കുന്നത്. US-ലെ ആർമിയിലെ ഒരു സോൾജറിന് ഖത്തറിലെ ജനങ്ങൾക്ക് പോലും ഓപ്പണായിട്ട് അവിടെ ഡ്രിങ്ക്സ് ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് ഡ്രിങ്ക് ചെയ്യാനുള്ള അനുവാദമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇവർ വേറൊരു രാജ്യത്തിന്റെ വ്യക്തികളാണ്. ഖത്തറിൻ്റെ അകത്ത് എങ്ങനെ US എന്ന് പറയുന്നത് അവിടെ കുറെ ഭൂമിയും അല്ല, അവിടെ US-ന്റെ നിയമം പാലിക്കുന്ന കുറെ ജനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് US ആകുന്നത്. അപ്പൊ ഈ വേൾഡിൽ, ഈ ഭൂമിയിൽ, അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഈ ലോകക്കാരല്ല, നിങ്ങൾ ഈ ലോകക്കാരല്ല, ഇവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണം. നിങ്ങൾ ഈ ലോകത്തിലെങ്കിലും നിങ്ങൾ ഈ ലോകക്കാര് അല്ല. ഈവൻ ദോ യു ആർ ദിസ് വേൾഡ് ബട്ട് യു ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. അപ്പം നിങ്ങൾ ഖത്തറിലാണെങ്കിലും, അതാ പറയുന്നത്, US എംബസി പറയുന്നത്, നിങ്ങൾ ഖത്തറിലാണെങ്കിലും നിങ്ങൾ ഖത്തറുകാരല്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം നിങ്ങൾ US-കാരാണ്, നിങ്ങൾക്ക് US നിയമമാണ് പാലിക്കുന്നത്, നിങ്ങളെ ആർക്കും തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് US നിയമം ഉള്ളിടത്തോളം കാലം
ഖത്തറിന്റെ എന്തുണ്ടെങ്കിലും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഖത്തറിന്റെ അകത്താണെങ്കിലും നിങ്ങളെ ഒന്ന് തൊട്ടാൽ US അവിടുന്ന് ഇളകും. അപ്പം നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല. എപ്പോഴാണ് ലോകക്കാരല്ലാണ്ടാകുന്നത്? രാജ്യത്തിന്റെ നിയമത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മൾ രാജ്യക്കാരായി മാറും. നമ്മുടെ രാജ്യക്കാരൻ നമ്മളെ തൊട്ടാൽ രാജ്യം ഇളകും, ദൈവരാജ്യം ഇളകും, ദൂതന്മാരിളകും. അപ്പം നമ്മൾ ആ രാജ്യത്തിന്റെ കോൺസെപ്റ്റ് ഇപ്പോഴും നമുക്ക് എന്താ പറയുക, സ്നാനമായിക്കോട്ടെ, എന്താ പറയുക, റിപ്പൻറ്റൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ജാതീയമായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ പാപികളാണ്, പശ്ചാത്താപപ്പെടണം, അതിന് കരഞ്ഞ് നിലവിളിച്ച്. നമ്മളോട് ആരും കരയണം? US ഗ്രീൻ സിറ്റിസൺസ് കിട്ടുമ്പോഴത്തേനും അവിടെ കൈവച്ചിട്ട് പറയും, ഇന്ന് മുതൽ ഞാൻ US സിറ്റിസണാണ്. ഇതുവരെ ഞാൻ എങ്ങനെയായിരുന്നു അറിയത്തില്ല, പക്ഷെ ഇനി മുതൽ US എല്ലാ നിയമങ്ങളെയും പാലിച്ച് ആ രാജ്യത്തിന് ഒരു ദ്രോഹം ചെയ്യാതെ ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന് ഞാൻ ചെയ്യുന്നുവെന്ന് അവിടെ ശപഥം ചെയ്യുക ചെയ്യുന്നത്. ഇതിനായി പശ്ചാത്താപം എന്ന് പറയുന്നത്, റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. യേശു പറഞ്ഞ ആദ്യത്തെ പ്രസംഗം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്താപപ്പെടുക, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു നിലവിളിയാണ് സഭയ്ക്കകത്ത്. അവരെ കരയിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല പാസ്റ്റർമാർക്ക്. മാനസാന്തരം എന്ന് പറയുമ്പോഴത്തേക്ക് കവനപ്രസംഗങ്ങളിലും പരസ്യങ്ങളിലും ഒക്കെ കൂടുതലും മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ എന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, മര്യാദയ്ക്ക് നേരെയായിരിക്കും, കാലിലൂടി ലഹരി, പിന്നെ MDMA എല്ലാം നിർത്തിയിട്ട് നീ തിരിച്ചു പോകാം, ഇല്ലെങ്കിൽ നീ നരകത്തിൽ പോകും. അപ്പൊ ഈ സാധനം പറയുന്നു യഥാർത്ഥത്തിൽ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ MDMA, ഏത് കല്ലുകൂടി, ഏത് പെൺകുടി, ഏത് നുണ പറഞ്ഞതാണ്? നിങ്ങൾ പശ്ചാത്താപപ്പെട്ട, മാനസാന്തരപ്പെട്ട ഏത് പാപമാ നിങ്ങളെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കിയത്? നിങ്ങൾ ചെയ്ത ഒരു തെറ്റും നിങ്ങൾ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കിയില്ല. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ അമ്മയുടെ ഉദരത്തിൽ തന്നെ നിങ്ങൾ പാപിയായി, അല്ലെ? അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ടത് ശരിക്ക് ചെയ്ത തെറ്റിനാണോ? നിങ്ങളെ പുറത്താക്കപ്പെട്ട തെറ്റിനാണോ നിങ്ങൾ മാനസാന്തരപ്പെട്ടത്? അല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നിയ പാപമെന്ന് തോന്നിയ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ടു. പക്ഷെ നിങ്ങളെ പുറത്താക്കിയ ദൈവരാജ്യം അനുഭവിക്കാൻ കഴിയാതിരുന്ന പാപം അതിന് മാനസാന്തരപ്പെട്ടാണ്. അത് ആ പാപം എന്തായിരുന്നെന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചില്ല, ദൈവരാജ്യത്തിൽ ദൈവം പറഞ്ഞ ശബ്ദത്തെ അനുസരിച്ചില്ല എന്നുള്ള ഒറ്റ കാര്യമായിരുന്നു പാപമായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മാനസാന്തരപ്പെട്ടാലോ? ഇല്ല. അയ്യോ, ഞാൻ കുടിയനായിരുന്നേ, ഇനി കുടിക്കത്തില്ല, ഓക്കെ, നല്ലതാണ്. ഓക്കെ, ഞാൻ കക്കുമായിരുന്നേ, ഇനി കക്കത്തില്ല, ഓക്കെ, നല്ലതാ. സിഗരറ്റ് വലിക്കുമായിരുന്നേ, വലിക്കത്തില്ല, നല്ല. എണ്ണ വലിക്കോ കുടിക്കോ, ഇതൊക്കെ നല്ലതാ. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുസരിച്ചില്ലായിരുന്നേ, അതൊക്കെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല. നമുക്കിപ്പോഴും അത് പാപമായിട്ട് തോന്നിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ജൂയിഷ് കൺസെപ്റ്റില് ഈ യോഹന്നാൻ സ്നാപകനാണെങ്കിലും യേശു ആണെങ്കിലും മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചേഞ്ച് യുവർ വേ ഓഫ് തിങ്കിങ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് യഹൂദ റിച്വൽസും കൾച്ചറൽ പ്രോഗ്രാമും ഒക്കെ ചെയ്തുകൊണ്ട് അതിനകത്തൂടെ നിങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയം വന്നിരിക്കുക. നിങ്ങളുടെ ചിന്ത മാറ്റിക്കുക, കിങ്ഡം ഓഫ് ഗോഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റുക, നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുക. നിങ്ങൾ ഏതിനെ അനുസരിച്ചാണോ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ആളിനെ മാറ്റുക. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ അനുസരണക്കേടിന്റെ ആത്മാവിനെ, അന്ന് ദുർഭൂതങ്ങളെ, അനുസരണക്കേടിന്റെ ആത്മാവിനെയും നിങ്ങൾ പാലിച്ചു വന്നവരാണല്ലോ. മനസ്സിലായില്ലേ? സിഗരറ്റ് വലിക്കുന്നതല്ല ഇവിടെ പ്രശ്നം, കുടിയല്ല ഇവിടെ പ്രശ്നം,
അനുസരണക്കേടിന്റെ ദുർബുദ്ധത്തെയാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്ത് ജീവിച്ചു വന്നത്. അതിപ്പോഴും കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, ഒരു കാര്യം പറഞ്ഞ ഉടനെ 100 ഡൗട്ടും സംശയവും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം നമുക്ക് തോന്നിയത് നമ്മൾ ചെയ്തു, നമ്മൾ ജീവിക്കും. യഥാർത്ഥത്തിൽ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുന്നിൽ നോക്കാമേ, ഈ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള പരിശുദ്ധാത്മാവുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇക്കിളിയാക്കിയിട്ട് പരിശുദ്ധാത്മാവുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അനുസരിക്കുമ്പം നമ്മുടെ അകത്തുണ്ടാവുന്ന ഒരു അപ്പൻ തന്റെ മകൻ അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹുമാനം, സന്തോഷം, അതാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ദൈവരാജ്യത്തിനുള്ള സന്തോഷം നമുക്ക് അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇവർ അടിമത്വം പ്രാപിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് പ്രവചനം വേണം. ഇപ്പൊ അതിനിപ്പോ പാസ്റ്ററിനെ വേണം. 5000 പേർക്കും 10000 പേർക്കും ഒരു പാസ്റ്റർ ഉള്ളത്. ആ പുള്ളി ആരോട് പറയാനാ? എത്ര പേരോട് പറയാൻ? ഈ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗത്ത് ഈ പണ്ടെന്തോ ഒരു എൻഡോസൾഫാൻ അടിച്ചിട്ട് അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, അത് ഭയങ്കര വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഈ ശരിക്കുള്ള സുവിശേഷം പറയാത്തത് കൊണ്ട് ഒരു മേഖലയിൽ ഉണ്ടായത് മുഴുവൻ വൈകല്യമുള്ള ആത്മീയ ശിശുക്കളാണ്. അപ്പം അവർക്ക് ഇപ്പോഴും സെൽഫ് സഫീഷ്യൻ്റ് അല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് അറിയത്തില്ല. കാരണം വിതയ്ക്കപ്പെട്ട സുവിശേഷത്തിന്റെ എഫക്റ്റാണ്. ദൈവരാജ്യം പ്രസംഗിച്ചില്ല, വർക്ക് പ്രസംഗിച്ചു, മതം പ്രസംഗിച്ചു. അപ്പം അതിന്റെ എഫക്റ്റാണ് ഇവരിന്നും ആത്മീയ ശിശുക്കളാണ്. ആർക്ക് വേണമെങ്കിലും ഇവരെ പേടിപ്പിക്കും. അതാ ബന്ധനമാ പോരാട്ടം പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ ഇവർ പേടിക്കും. ഇനി ദാവീദിന്റെയും ഗോലിയത്തിന്റെയും കഥ പറഞ്ഞ് ഇവർ കൈയടിക്കും. സൂപ്പർ ഹീറോ ഇവർക്ക് ഇഷ്ടം. ഹാരി പോട്ടറിന്റെ കഥയൊക്കെ പറയുമ്പോൾ അതുപോലെ ഇനിയൊരു കാര്യം പറയാം. യേശു 3.5 വർഷം പ്രസംഗിച്ചു. 3.5 വർഷം പ്രസംഗിച്ചതിൽ ഇന്നത്തെ ഏത് പ്രസംഗിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും മർമ്മവും അതിന്റെ അടിമർമ്മവും മേൽമർമ്മവും എല്ലാം ദാവീദിന്റെയും ഗോലിയാത്തിനെ കുറിച്ച് അറിയാവുന്നത് യേശു അല്ലേ? അബ്രാമിന്റെ മർമ്മത്തെ കുറിച്ച് 3.5 വർഷം പ്രസംഗിച്ചിട്ട് ഒറ്റ പ്രാവശ്യം പോലും അബ്രഹാമിനെയോ ദാവീദിനെയോ യാക്കോബിനെയോ യോസേഫിനെയോ മോശയെയോ ആരെയും പുള്ളി പ്രസംഗിച്ചിട്ടില്ല. അതാ ഇന്നത്തെ പ്രസംഗികന്മാർക്ക് മോശയോ മത്തായിയോ അബ്രഹാമോ ഇല്ലെങ്കിൽ അവർക്കൊട്ട് പ്രസംഗവും എന്ത് പ്രസംഗിക്കാൻ? അബ്രഹാം ദാവീദും യാക്കോബും യോസേഫും ഇല്ലെങ്കിൽ ഇവർക്ക് സൺഡേ പ്രസംഗിക്കാൻ വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും യേശു ഇവരാരെ എടുക്കാത്തത്? നിങ്ങൾ അറിയോ? പാസ്റ്റർ ഒരു ക്രിക്കറ്റ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പാസ്റ്റർ അവകാശം കിട്ടും. അപ്പം ഞാനും ക്രിക്കറ്റ് കളിക്കും കേട്ടോ. പാസ്റ്റർ ആരുടെ ഉദാഹരണം എടുത്ത് ജനത്തെ മോട്ടിവേറ്റ് ചെയ്യും? ഏറ്റവും നല്ല കളിക്കാരെ ഞാൻ കളിക്കുന്നു പറഞ്ഞ് എന്റെ എടുക്കുമോ? ഇല്ല. ഏറ്റവും നല്ല കളിക്കാരുടെ ഉദാഹരണം എടുത്തിട്ടാണ് ജനത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ യേശു നോക്കിയപ്പോ അങ്ങനെ ആകണമെന്ന് പറയാൻ ഇഷ്ടപ്പെടില്ല. ദാവീദിനെ പോലെ ആകണം, അബ്രഹാമിനെ പോലെ ആകണം. അവൻ പ്രസംഗിച്ചപ്പോൾ, അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദ് ഒരുത്തന്റെയും പ്രാർത്ഥന എടുത്ത് പറഞ്ഞില്ല യേശു. അറിയാൻ മേലാണോ? അല്ല. കാരണം എന്താ? ഈ ഇരിക്കുന്നവൻ യേശു പറഞ്ഞു, നിങ്ങളിൽ ഇന്ന് രാജ്യത്തിൽ ജനിച്ചവൻ സ്ത്രീകളിൽ ജനിച്ച യോഹന്നാനെ കാട്ടിലും ഇന്ന് ജനിച്ച നീ ഇവരെക്കാട്ടിലും വലിയവന്റെ അടുത്ത് ചെറിയവന്റെ ഉദാഹരണം പറയാറുണ്ട്. നിന്റെ ജീവിതമേ വേറെ. ഇവന്റെ ജീവിതം, ഇവൻ ദൈവം അവിടെയും ഇവൻ ഇവിടെയും ജീവിച്ചവന്. ദൈവം സ്വർഗത്തിലായിരുന്നു, ഇവന്റെ 5 ഇലക്കത്ത് വരത്തില്ലായിരുന്നു. വല്ലപ്പോഴും വന്ന് ഇവന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പോകത്തെ ഉള്ളായിരുന്നു. ഈ ജനം അതല്ല, ദൈവം കൂടെ വസിക്കുന്ന ഒരു ജനമാണ്.
നിന്റെയും ഇവന്റെ എങ്ങനെ സിസ്റ്റം എന്താണ്, നിന്റെയും ഇവന്റെ പ്രാർത്ഥന എങ്ങനെ എന്താണ്, നിന്റെയും ഇവന്റെ വിശ്വാസം എങ്ങനെ എന്താണ്. യേശു ഒരാളെ പോലെ എടുത്തിട്ടില്ലല്ലോ. കാരണം ഈ ഇരിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം കൂടെ വസിക്കുന്നവനാണ്. അവന്റെ സിസ്റ്റം